കമനീയ കിശോര മുഗ്ധമൂർത്തേः കളവേണു കൊണിതാതൃദാനനേന്തോ മമ വാചി വിജൃംഭതാം മുരാരേः മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം. സദാശിവസമാരംഭാം ശങ്കരം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാന്യാം സഹസ്രചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മളിപ്പോ വ്രജഭൂമിയായിട്ടുള്ള ഗോകുലത്തില് ആണ് ഇപ്പോ. എന്തേ ഗോകുലത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ? തലേ ദിവസം സന്ധ്യാസമയത്ത് വന്ന ഉദ്ധവൻ അവിടെ പശുക്കുട്ടികളുടെ ഓട്ടവും അതുപോലെ തന്നെ ഗോപികമാരുടെ ആ കണ്ണനെ കുറിച്ചുള്ള പലതരത്തിലുള്ള ലീലകൾ കീർത്തനങ്ങളായിക്കൊണ്ട് ആനന്ദിക്കുന്നതായിട്ടുള്ള ഗോപികമാരുടെ സന്ധ്യാനാമങ്ങളും കേട്ടുകൊണ്ടാണ് ആ വ്രജത്തിലേക്ക് എത്തിയതായിട്ടുള്ള ഉദ്ധവൻ യശോദാനന്ദന്മാരെ കണ്ട് അവരെ വേണ്ട പോലെ ആശ്വസിപ്പിച്ചുകൊണ്ടും ഭഗവാന്റെ വാക്കുകൾ പരസ്പരം കൈമാറിക്കൊണ്ടുമൊക്കെ അവരെ സമാധാനിപ്പിച്ചു. അപ്പോഴും ഇന്ന് വരും നാളെ വരും എല്ലാ ലൗകികമായിട്ടുള്ള ജീവിതത്തെയും ഒഴിവാക്കിക്കൊണ്ട് ആ കണ്ണനിൽ മാത്രം മനസ്സ് ഉറപ്പിച്ചതായിട്ടുള്ള ഗോപികമാര് കണ്ണനെ സദാസമയവും ധ്യാനം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഗോപികമാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കണ്ണന്റെ ദൂതുകൊണ്ട് സന്ദേശവാഹകനായിട്ടുള്ള ഉത്സവൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതോ ഒന്നും തന്നെ അവിടെ അറിയുന്നില്ല. അവര് പതിവ് പോലെ രാവിലെ 4 മണി അല്ലെങ്കിൽ 5 മണി ബ്രാഹ്മമുഹൂർത്തത്തില് കണ്ണൻ ഉണരുമെങ്കിൽ അവരും ആ സമയത്ത് അവിടെ ഉണരും. കണ്ണന്റെ വരവ് കാത്തുകൊണ്ട് അല്ലെ, ആ കണ്ണന്റെ ആ കോമളമായിട്ടുള്ള രൂപം മുഴുവൻ തൻ്റെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ടാണ് അവര് കിടക്കുന്നത് പോലും. രാവിലെ എഴുന്നേൽക്കുമ്പം അവര് ആ ഗൃഹകൃത്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇന്ന് കണ്ണൻ വരും, കണ്ണൻ വരുമ്പോഴത്തേക്കും വേഗം ഒരുക്കണം, സമയം എന്നേലും വൈകിയാ പറ്റില്ല കണ്ണൻ വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ മിറ്റം തൂക്കലും അതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി കോലമിട്ടുകൊണ്ട് കണ്ണന് വന്നു കഴിഞ്ഞാൽ കണ്ണന് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഗോരസങ്ങൾ തയ്യാറാക്കി വെച്ചുകൊണ്ടൊക്കെ ഇരുന്നുകൊണ്ട് അവര് ആ കണ്ണൻ അവിടെ എത്തി അല്ലെ, കണ്ടോരുണ്ടോ എന്റെ കണ്ണനെ അവർ പാടും. രാവിലെ എഴുന്നേറ്റ് നീ ആ മുല്ലയോ അല്ലെങ്കിൽ ആ ജാതിയോ വേണ്ട തുളസിയോ ഇനി പറഞ്ഞാലോ, കണ്ണൻ ഇന്നടത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര് വന്നാലോ എന്ന് വിചാരിച്ചു അവര് ഉറക്കെ ഉച്ചൈസ്തരം ഉദ്ഗായതീനാമരവിന്ദലോചനം ഇത് കേട്ടോണ്ടാണ് ഉദ്ധവര് അവിടുന്ന് വരുന്നത്. ഉദ്ധവരെ ഇവര് കണ്ടതോടുകൂടി അവിടെ അതാണ് ആ മിന്നായം പോലെ ഉദ്ധവന്റെ ആ സ്വർണരഥവും. ഒരിക്കൽ ഇവിടെ ഒരാൾ വന്നു ഇവിടെ അല്ലെ, ഞങ്ങളുടെ കണ്ണനെ ഞങ്ങളുടെ മനസ്സിൽ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ക്രൂരൻ അല്ല, ഒരു അതിക്രൂരൻ ഇവിടെ വന്നു. അയാൾ വീണ്ടും വന്നോ ഇനി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഒരു മിന്നായം പോലെ ഒരാൾ അങ്ങോട്ട് പോയി. നോക്കിയപ്പോ എന്തായി, മഞ്ഞ പട്ട് ധരിച്ചിരിക്കുന്നു, പീതാംബരപ്പെട്ട് ധരിച്ചിട്ടുണ്ട്, ഗോപിക്കുറി കാണുന്നുണ്ട്. കണ്ണൻ വന്നോ ഇനി ഞങ്ങളുടെ എന്നുള്ള രീതിയിൽ അവര്
വേഗം അതറിയുവാൻ വേണ്ടിയിട്ട് വേഗം അവിടെ ചെന്നു. നോക്കിയപ്പോഴത്തേക്കും സംവീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രീയ പ്രളംബാഹും നവകഞ്ചലോചനം പീതാംബരം പുഷ്കരമാലിനം ലസൽ മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം ശുചിസ്മിതക്കോയമപീച്യ ദർശന കുതശ്ച കസ്യാച്യുതവേഷഭൂഷണ ഇതി സ്മ സർവാ പരിവവ്രുരുത്സുകാസ്തുത്തമശ്ലോകപദാംബുജാശ്രയം. ആ ഉത്തമ ശ്ലോകനാണോ എന്ന് അവരൊന്ന് വേഗം, കാരണം എന്താണ്, അതാ മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുണ്ട്, താമരമാല ധരിച്ചിട്ടുണ്ട്, പോരാ ആ രത്നചകിതങ്ങളായിട്ടുള്ള കുണ്ടലങ്ങൾ അണിഞ്ഞിരിക്കുന്നു, ആ തിളങ്ങുന്നതായിട്ടുള്ള മുഖത്തോടു കൂടിയിരിക്കുന്ന ആ ഭഗവാന്റെ അതേ രൂപം അല്ലെ. ഭഗവാൻ എന്താണോ തലേ ദിവസം ധരിച്ചത് ആ നിർമാല്യമാണ് യഥാർത്ഥത്തില് ഉദ്ധവനോടെ ധരിക്കാറ്. അങ്ങനെയുള്ള ആ ഉദ്ധവനെ കണ്ടപ്പം അവരൊന്ന് മനസ്സ് ഒന്ന് ആനന്ദചകിതമായ പോലെ അവിടെ തോന്നി. വേഗം എന്തായി, ആ ഗോകുലത്തിലുള്ള വ്രജവാസികൾ അല്ലെങ്കിൽ ഗോപികമാരെല്ലാവരും ഇത് കണ്ട് വിസ്മരിച്ചു അവിടെ. അങ്ങനെ സന്തോഷത്തോടു കൂടി ഇത് കാണാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേക്കും കാണാൻ ഇമ്പമേറുന്ന രീതിയിൽ ഭഗവാൻ എങ്ങനെയാണോ അവിടുന്ന് അല്ലെ ആ മന്ദഹാസം പൊഴിക്കുന്ന ശുചിസ്മിതക്കോയമപീച്യദർശന, അങ്ങനെ തൂമന്ദഹാസം പൊഴിച്ചുകൊണ്ട് ആ ശ്രീകൃഷ്ണന്റെ അതേ വേഷഭൂഷാദികള് അണിഞ്ഞതായിട്ടുള്ള ഇദ്ദേഹം ആരാണ് എന്ന് അവർക്കൊരു സംശയം. കണ്ണൻ അയച്ചതായിട്ടുള്ള ദൂതനാണ് എന്ന് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ആ കണ്ണന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നതായിട്ടുള്ള കണ്ണനോട് ചേർന്ന് ഈ കണ്ണന്റെ രൂപം എപ്പോഴാണ് ഉണ്ടാവുക? എപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ കണ്ണനെ ധ്യാനിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഒരൊറ്റ കാര്യമുള്ളൂ. എന്താണ്? ആൾക്കാർ നമ്മളെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആ കണ്ണിലേക്ക് നോക്കൂ, എന്തെന്നില്ലാത്തൊരു ആനന്ദം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ദിവസവും കണ്ണനെ ധ്യാനിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഭാഗവത കുടുംബത്തിലെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും ആൾക്കാർ എല്ലാവർക്കും അല്ലെ. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഉദ്ധവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ധ്യാനിക്കുക എന്നുള്ളതല്ല അവിടെ. പിന്നെന്താണ്, വേഷഭൂഷാദികളും കൂടി അങ്ങോട്ട് അലങ്കരിച്ചപ്പോഴത്തെ കണ്ണൻ തന്നെ എന്തോ ആ ഗോപികമാർക്ക് അവരുടെ പഴയ ആ രാസലീലയില് ആ കണ്ണന്റെ ചുറ്റും നിൽക്കുന്ന ഒരു പ്രതീതിയിലേക്ക് വേഗം ഗോപികമാരെ, മറ്റേത് ഓരോരുത്തരായിട്ട് അങ്ങനെ കണ്ടതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇവരെല്ലാരും കൂടി ഇതാ ഈ പറയാറില്ല, എന്താ പറയാ, എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പ്രാവുകളും കാക്കകളും ഒക്കെ ഒരുമിച്ചാന്ന് വന്ന് കൂടുകയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ദാ ഇവിടെ ഒരു നല്ലൊരു മാമ്പഴം വന്ന് കിടക്കുന്നു. ആ മാമ്പഴം എടുക്കാനാണോ കഴിക്കാനാണോ അറിയില്ല, അതിനുവേണ്ട ആ ഉദ്ധവരുടെ ചുറ്റും അങ്ങോട്ട് വട്ടം കൂടി അങ്ങോട്ട് നിന്നു എന്ന് പറയാണ്. ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ആ ഭഗവാന്റെ കൃഷ്ണന്റെ ദൂതനാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് വേഗം സാധിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ രൂപഭംഗി അല്ലെ? കണ്ണന്റെ ധ്യാനമില്ലാത്തവർക്ക് കണ്ണന്റെ രൂപം കിട്ടില്ല, യാതൊരു സംശയവും ഇല്ല. അങ്ങനെ അവര് എന്നിട്ടോ ഈ കണ്ണൻ ഇവരുടെ അടുത്തേക്ക് വരുമ്പോ എങ്ങനെയാ സാധാരണ ലജ്ജാമുഖമായിട്ടൊന്ന് അവർ നോക്കും അല്ലെ. എന്നിട്ട് അവര് കണ്ണനെ ഒരു സ്ഥലത്തേക്ക്, ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി തന്റെ ആഗ്രഹങ്ങള് ആ ഒരു കാമ പരവശത്തോടു കൂടിയാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇതാ ഉദ്ധവനെ വേഗം ഉദ്ധവന്റെ മുഖത്തേക്ക് ലജ്ജയോടുകൂടി നോക്കിയിട്ട് നേരെ കൊണ്ടുപോയി ഒരു സ്വതന്ത്രമായിട്ടുള്ള ഏകാഗ്രമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ വേണ്ട പോലെ അവിടുന്ന് സൽക്കാരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വിശിഷ്ട ആസനത്തിലൊക്കെ ഇരുത്തിക്കൊണ്ട് അവര് ദാ ചോദിച്ചു ഉദ്ധവനോട്, ജാനീമസ്ത്വാം യതുപതേ പാർശ്വതം സമുപാഗതം ഭർത്രേക പ്രേഷിത പിത്രോർ ഭവാൻ പ്രിയചികീർഷയാ. അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത്? അങ്ങ് ഇവിടെ വന്നത് നന്ദന്മാരെ കാണാൻ വന്നതായിരിക്കും അല്ലെ. കണ്ണൻ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും അങ്ങേ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ അച്ഛനമ്മമാരെ പോയി വേണ്ട പോലെ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് തന്നെയല്ല, ഞാൻ വേഗം വരും എന്നുള്ള ഒരു കാര്യമൊക്കെ അവിടെ അറിയിക്കണം എന്നുള്ള രീതിയിൽ ഈ അച്ഛനമ്മമാരുടെ എന്താണ് നിർബന്ധപ്രകാരം, അല്ലാതെ വേറെ ഒന്നും ഇല്ലാന്നർത്ഥം. ഇപ്പൊ കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഗോകുലം ഇന്ന് കണ്ണൻ ഓർക്കുന്നേ ഇല്ല.
അല്ലെ? കുറച്ചു കാലം ഈ എന്തിനു വേണ്ടിയിട്ട് അവിടെ പറയുന്നുണ്ട്, അന്യഥാഗോ വ്രജേ തസ്യ സ്മരണീയം ന ചഷ്മഹേ സ്നേഹാനുബന്ധോ ബന്ധൂനാം മുനേരപി സുദുസ്ത്യജ. അവർ പറയുകയാണ്, നോക്കൂ, അന്യഥാ ഗോവ്രജേ തസ്യ സ്മരണീയം ന ചഷ്മഹേ. ഇവിടെ ഈ ഗോകുലത്തിലെ സംബന്ധിച്ചിടത്തോളം അന്യരായിട്ട്, അന്യരെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അല്ലാതെ ഇനി ആരുമായിട്ട് കൃഷ്ണൻ ഒരു ബന്ധവും ഇല്ല. കാരണം കൃഷ്ണന് പിന്നെ ആരോടെ ബന്ധം വരേണ്ടത്? ആരോട് ബന്ധമില്ല. ഗോകുലത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പം അച്ഛനമ്മമാരുടെ നിർബന്ധം കൊണ്ട്, അല്ലെ, ബന്ധുക്കളാകുമ്പോൾ ഒഴിവാക്കാൻ പറ്റുമോ? അവിടെ പറയുന്നുണ്ട്, സ്നേഹാനുബന്ധോ ബന്ധുവിന മുനേരഭിസുദുസ്ഥിരാന്ന്. ഋഷീശ്വരന്മാരാണെങ്കിൽ പോലും അമ്മയെ കണ്ടു കഴിഞ്ഞാൽ വന്ന് നമസ്കരിക്കണം എന്നൊരു ഭാഷയുണ്ട്, അല്ലേ? അപ്പൊ അച്ഛനമ്മമാരെ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് ഇവിടെ വന്നു, അല്ലെ? അപ്പം ഞങ്ങൾ ശരിക്ക്, അപ്പം അദ്ദേഹത്തിന് അല്ലാതെ ഈ ഗോകുലത്തില് യാതൊരു ബന്ധോ അല്ലെങ്കിൽ വേറൊന്നും അദ്ദേഹത്തിന് ചിന്തിക്കാനില്ല എന്ന് പറയാണ്. അന്വേഷാർത്ഥകൃത മൈത്രി. ഇനി നല്ലൊരു സുഭാഷിതാണ് ഗോപികമാര് നമുക്ക് തരുന്ന 3 സുഭാഷിതങ്ങൾ കേൾക്കാം. നോക്കൂ. അന്വേഷാർത്ഥകൃത മൈത്രി യാവദർത്ഥ വിഡംബനം പുംഭി സ്ത്രീഷു കൃത യദ്വൽ സുമന്നസ്യ ഷഡ്പദൈഹി. അന്യേഷു അർത്ഥകൃത മൈത്രി. എന്തിനാണ് ഈ അന്യന്മാരുമായിട്ടുള്ള മൈത്രി ഭാവം? വേറൊന്നുമില്ലാന്ന്. യാവദർത്ഥ വിഡംബനം, എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കണം, അത്രേ ഉള്ളൂ. കുറച്ച് കാശ് പിടുക്കണം, എന്തെങ്കിലുമൊക്കെ അവനോട് ഒന്ന് ഇതായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിക്കാം, അല്ലേ? ഇത്രയൊക്കെ തന്നെയുള്ളൂ അവന്റെ കാര്യം. എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ? കാര്യം കഴിഞ്ഞാൽ വിട്ടു, പിന്നെ നോക്കണ്ട. എങ്ങനെ വിടുന്നു? പുംഭി സ്ത്രീഷു കൃത യദ്. പുരുഷന്മാരെങ്ങനെയാണോ സ്ത്രീകളെ അവിടുന്ന് സ്വീകരിക്കുന്നത് അതുപോലെ. ഇനി അതല്ലെങ്കിലോ സുമനസ്വിവ ഷഡ്പദേഹി. സുമനസ് എന്ന് പറഞ്ഞാൽ പൂക്കള്, അല്ലേ? തേൻ വരും. എന്താണ്? ധാരാളം നിറഞ്ഞ് തേനുള്ള വണ്ട് വരും ഈ തേൻ കുടിക്കാൻ വേണ്ടി പൂക്കളുടെ അടുത്ത്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ ആ പൂ എന്താ, തേനൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി? അടുത്ത പൂക്കൾക്ക്. പിന്നെ ഈ പൂ വേണ്ട. പിന്നെ ഈ പൂവിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നതേ ഇല്ല. പിന്നെ അടുത്ത പൂവിലേക്ക് ഇവര് ചാടി പോകുന്നത് പോലെയാണ്. അത് മാത്രാണോ? നിസ്വം ത്യജന്തി ഗണിക അകൽപ്പം നൃപതിം പ്രജാ അധീത വിദ്യാചാര്യം ഋത്വിജോ ദത്തദക്ഷിണം. അത് തന്നെയല്ല. ഇനി ഗണിക എന്ന് പറഞ്ഞാൽ എന്താണ്? വേശ്യാസ്ത്രീകള്. വേശ്യാസ്ത്രീകള് ഈ ദരിദ്രന്മാരുടെ അടുത്തേക്ക് പോകില്ല, അവരെയൊക്കെ ഒഴിവാക്കും. ത്യജന്തി ഗണികാഹ, അവരെ ഒഴിവാക്കും. അതുപോലെ പിന്നെയോ അകൽപ്പം നൃപതിം പ്രജാഹ. പ്രജകളാണെങ്കിൽ അശക്തനായിട്ടുള്ള രാജാവാണെങ്കിൽ ആരെങ്കിലും രാജാവിനെ സ്തുതി പാടാൻ വേണ്ടി പോവുമോ? ആ രാജാവിന്റെ അടുത്തേക്കൊന്നും ആരും പോവുകയില്ല. ആ രാജാവിനെ ഒഴിവാക്കും, അല്ലെ? തന്റെ കാര്യം നിർവഹിക്കാൻ പറ്റാത്ത രാജാവാണെങ്കിൽ രാജാവാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ ഒഴിവാക്കും അവിടെ. അധീത വിദ്യ ആചാര്യം. ഗുരുനാഥന്റെ അടുത്തൊക്കെ ഗംഭീരമായിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? ഇയാള് വിദ്യയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഗുരുനാഥനെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഗുരുനാഥനെ ഒഴിവാക്കിയിട്ട് പോകും അവിടെ. ഇതുപോലെ തന്നെയാണ് ഋത്വിജം ഋത്വിജോ ദത്ത ദക്ഷിണം, അല്ലേ? പ്രതികളെയൊക്കെ ഗണപതി ഹോമം ഭഗവത്സേവ കഴിക്കാൻ വേണ്ടി തിരുമേനിയൊക്കെ വിളിച്ചുകൊണ്ട് വരും. ഗംഭീരമായിട്ടുള്ള സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകും. സൽക്കാരമൊക്കെ ചെയ്ത് ഗംഭീരമായിട്ട് ഗണപതി ഹോമം ഭഗവത്സേവ കഴിഞ്ഞ് ആ ദക്ഷിണ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരുമേനി ഇല്ല, പിന്നെ ഒന്നുമില്ല, അല്ലെ? പിന്നെ തിരുമേനിയുടെ പാട്ടിന് ആ ഗൃഹം വിട്ടുപോകും എന്നതുപോലെയാണ് ആര് ഗോപികമാര് പറയാണ്. കണ്ണന്റെ കാര്യമായി പറയുന്നത്. ഇവിടെയൊക്കെ പലതും സാധിച്ചു കഴിഞ്ഞ് പിന്നെ ആ ഗോകുലത്തെ കുറിച്ചൊന്നും കണ്ണനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? ഖഗാവീതഫലം വൃക്ഷം. മാമ്പഴം ധാരാളം ഉള്ളപ്പോഴത്തേക്കും മാവിന്റെ ചുവട്ടിൽ ധാരാളം ആൾക്കാരാ. രാവിലെ വരുന്നു, അവിടെയൊക്കെ വൃത്തിയാക്കുന്നത്. എന്തിനാ വൃത്തിയാക്കുന്നത്? ഇനി കരിയിലയുടെ ഇടയ്ക്കെങ്ങാനും മാമ്പഴം പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് മാമ്പഴം പറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗംഭീരമായിട്ട് എന്തൊരു പരിചരണ മാവിന്, അല്ലെ? ഖഗം വീതഫലം വൃക്ഷം, അല്ലെ? മാമ്പഴമൊന്നും ഇല്ലാത്ത സമയത്ത് അവിടെ പക്ഷികളോ മനുഷ്യരോ ആരെങ്കിലും അവിടെ ചെല്ലുവോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് ഭുക്വാചാതിഥയോ ഗൃഹം. ഗൃഹത്തിൽ വരുന്ന അതിഥികൾ അതുപോലെയല്ലേ? അവര് ഭക്ഷണമൊക്കെ കഴിഞ്ഞാ എന്നാ പിന്നെ ശരി കാണാം എന്ന് പറഞ്ഞ് പതുക്കെ, അല്ലെ, സമയമൊക്കെ നോക്കി പതുക്കെ അവര് ഇറങ്ങാൻ തുടങ്ങും. വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിഥികൾ പോകുന്നത് പോലെ ദഗ്ധം മൃഗാസ്തഥാരണ്യം. ദഗ്ധം അരണ്യം ആയിട്ടുള്ള, അതായത് കാടുകളൊക്കെ കത്തി നശിച്ചു എന്നിരിക്കട്ടെ, അങ്ങോട്ടും മൃഗങ്ങൾ പോകുമോ? അവര് പോവില്ല.
ഇതുപോലെ ആണ് യഥാർത്ഥത്തില് കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഗോകുലം എന്നുള്ളത് കണ്ണന് അല്ലെ ഇനിയിപ്പോ ഒന്നും അറിയാനില്ല. കുറച്ചു കാലം ഇവിടെ വന്നു എന്തിനു വേണ്ട ഈ ഈ ഇവിടെ വന്ന് ആ എന്താണ് കംസനെ പേടിച്ചുകൊണ്ട് അല്ലെ കംസനെ പേടിച്ചുകൊണ്ട് ഗോകുലത്തിൽ കുറച്ച് 12 വർഷം വന്ന് താമസിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അല്ലാതെ ഇപ്പൊ ഞങ്ങളോടുള്ള സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുവാനോ ഒന്നുമല്ല അവിടെ. പിന്നെ എന്തെങ്കിലും ബന്ധമൊക്കെ ഉണ്ടാവുമോ? ഒന്നുമില്ല. അതൊക്കെ ഇപ്പൊ ഗോകുലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. പിന്നെ അച്ഛനമ്മമാരെ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഇപ്പം അച്ഛനമ്മമാരെ കാണാൻ വേണ്ടി അവിടുന്ന് വന്നത്. ഗായന്ത്യ പ്രിയ കർമാണി ദ്രുതത്യശ്ചഗതഹ്രിയ സത്യസംസൃത്യാനി കൈശോര ബാല്യോ. ഗോപികമാര് ആ കൗമാരം ബാല്യം ഒക്കെ അവരുടെ ഉള്ളില് ആ കണ്ണനുമായിട്ടുള്ള ആ സല്ലാപങ്ങളും അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കീർത്തനങ്ങളോടുകൂടി അവിടുന്ന് ഇതാ ആ ഉദ്ധവന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ അവര് പരസ്പരം പാടി എന്ന് പറയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഉദ്ധവൻ എന്തായി? ഉദ്ധവന് അടുത്തേക്ക് എത്തിയിട്ടില്ല ശരിക്കും അല്ലെ. ഉദ്ധവനെ കണ്ടപ്പം ഈ ഗോപികമാരെല്ലാരും കൂടെ കൂടി ഇരുന്നോണ്ടാണ് പറയുന്നത് അവിടെ. എന്നിട്ട് അവര് പരസ്പരം പാടുകയാണ് ആ കണ്ണനെ കുറിച്ചുള്ള കീർത്തനങ്ങളൊക്കെ. കാജിൽ മധുകരം ദൃഷ്ട ധ്യായന്തി കൃഷ്ണസംഗമം പ്രിയ പ്രസ്ഥാപിതം ദൂതം കൽപ്പയിത്വേദം അബ്രവീ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? ആ ഉദ്ധവനെ കണ്ടപ്പോ മനസ്സിലായി, ഇതാ കള്ളക്കണ്ണന്റെ ദൂതനായിട്ട് വന്നിരിക്കുന്നു. എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മളെ കാണാനൊന്നും അല്ലെങ്കിൽ പോലും എനിക്ക് കുറച്ച് കാര്യം നീ ഇവനോട് പറയണം. നീ ആ കണ്ണൻ എന്തെങ്കിലും അറിയട്ടെ, ഇവനോട് പറഞ്ഞാൽ എന്തായാലും ഇവൻ ചെന്ന് പറയാതിരിക്കില്ല എന്നുള്ള രീതിയില് ഇതാ അവിടുന്ന് വേഗം ഒരു ഏകാന്തത്തിലിരുന്ന ഗോപികയുടെ ആ പാദങ്ങളിലേക്ക് ഹരി 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 എന്ന് പറഞ്ഞുകൊണ്ട് മൂളിക്കൊണ്ട്. ഇപ്പൊ ഇവർക്ക് ഈ ഹരി എന്ന് പറയുന്നത് കേൾക്കുന്നതിന് ദേഷ്യമാണ്. കാരണം ഇത്രയും ഞങ്ങളിൽ നിന്ന് വിട്ട് ഇത്ര ഒരു ദയയില്ലാതെ, നേരത്തെ പറഞ്ഞതുപോലെ സുഭാഷിതങ്ങൾ പോലെ അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ലെവലേശം പോലും ഒരു നാണമില്ലാത്ത അല്ലെ, ഒരു ലെവലേശം പോലും കാരുണ്യമില്ലാത്ത ആ കണ്ണൻ പേര് പറയുന്നതിന് അവർക്ക് ദേഷ്യമാണ്. അപ്പോഴാണ് ഒരാൾ ഹരി 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 എന്ന് പറഞ്ഞ ആ പാദത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വേഗം വിളിച്ചു. മധുപ കിതവ ബന്ധോ മാതൃശംഘ്രിൻ സപത്ന്യ കുജവിലുളിതമാലാ കുങ്കുമശ്രുഭിർന്ന വഹതു മധുപതി തന്മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യത്യദൂതസ്ത്വമീതൃ. ഇവിടെ മുതല് ഒരു 10 ശ്ലോകങ്ങള് ഭ്രമരഗീതം എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ്? ഈ ഭ്രമരത്തിനോട് സംസാരിക്കുന്നു എന്നുള്ളൊരു വ്യാജം, അത്രേ ഉള്ളൂ. അവിടെ ശരിക്കും സംസാരിക്കുന്ന ആരോടാ? ആ കള്ളക്കണ്ണനോട്. അപ്പം ഭ്രമരത്തെ പോലെ തന്നെയാണ് കറുത്ത അവനും. ഇനി അത് തന്നെയല്ല, ഈ ഭ്രമരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവന്റെ ആ മീശയിലൊക്കെ ഇങ്ങനെ ചുവന്ന് കാണാം. ഇത് തന്നെയുണ്ട്. അവനും ഉണ്ട് ഈ ഒരു ചുമപ്പ്. ആ മുഖത്തിന്റെ നടുക്കായിട്ടൊരു കള്ള ചുമപ്പ്. അപ്പം അങ്ങനെയുള്ള, എന്നിട്ടോ അവനിങ്ങനെ വരും. എന്തിനു വേണ്ട? ഈ വണ്ടൊക്കെ പൂക്കളുടെ അടുത്തേക്ക് വരും. എന്തിനാ? തേൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരും. എന്നിട്ട് ഇത് കഴിഞ്ഞാലോ, തേൻ കുടിച്ചു കഴിഞ്ഞാലോ പിന്നെ ഒരൊറ്റ പോക്കാവില്ല പോയി, പിന്നെ ആ ഭാഗത്തേക്കേ വരികയില്ല. അങ്ങനെയുള്ള ആ കണ്ണനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കണ്ണനോട് കുറച്ച് കാര്യങ്ങൾ ആ പറയുകയാണ് അവിടെ. അപ്പം ഈ മധുപാക്കി തവബന്ധോ മാസ്പൃശംഘ്രിസ്ത പത്നിയ. എടാ കള്ള വണ്ടേ, നിന്റെ കള്ളത്തരം മുഴുവൻ നീ എന്താണ് ഇവന്റെ ബന്ധുവല്ലേ നീ? ആ കള്ളക്കണ്ണന്റെ ബന്ധുവല്ലേ നീ? നീയും നിന്റെ സ്വഭാവവും ശരിയല്ല. അങ്ങനെയാ നിനക്ക് പോലും ഇങ്ങനെ ഒരു സ്വഭാവമായത്. ഒരു പൂവിൽ നിന്ന് നീ എന്താ തേൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ആ ഭാഗത്തേക്ക് വരാതെ അടുത്ത പൂവിനെ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകും അവിടെ, അല്ലേ? ഇത് തന്നെയാണ് നിന്റെ യജമാനായിട്ടുള്ള അവന്റെ സ്വഭാവം. ഇത് തന്നെയാണ്. അപ്പം ആ വഞ്ചകന്റെ ചാർച്ചക്കാരനായിട്ടുള്ള വണ്ടേ, നിന്റെ ഈ മീശരോമങ്ങളിൽ എന്താ പറ്റിയിരിക്കുന്നത്? നിന്റെ മീശരോമങ്ങൾ ചുവന്നാളിരിക്കുന്നത് അവന്റെ പോലെ തന്നെ. നിനക്ക് എവിടുന്ന ഈ മീശയിലൊക്കെ ഇങ്ങനെ ഈ പൊടികളൊക്കെ, ചുവന്ന പൊടികളൊക്കെ എവിടുന്നാ വന്നത്? അത് വേറൊന്നുമല്ല, അവന്റെ ആ മധുരാപുരിയിലെ ആ സുന്ദരിമാരെയൊക്കെ അവൻ കെട്ടിപ്പുണർന്ന സമയത്ത് അവരുടെ സ്ഥലങ്ങളിലുള്ള കുങ്കുമം മുഴുവൻ അവന്റെ വനമാലയിലേക്ക് വന്ന് പെട്ടു. നീ വിചാരിച്ചു അല്ലെ അതിനകത്ത് തേനുണ്ടെന്ന് വിചാരിച്ചു ചെന്ന് അത് തേൻ കുടിച്ച സമയത്ത് എന്തായി?
തേനൊന്നും കിട്ടിയില്ല. പക്ഷെ ആ വനമാലയിൽ പതിച്ചതായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള ആ കുങ്കുമങ്ങളൊക്കെ നിനക്ക് കിട്ടി ഇല്ലേ? ഭഗവാന്റെ ദേഹത്തിരിക്കുമ്പം അത് ശുദ്ധമാണ്. പക്ഷെ അതിൽ ഇങ്ങോട്ട് എടുത്താലോ, എടുത്താ അശുദ്ധായി. അപ്പൊ നീ അത് ആ വനമാലയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോ ഇത് അശുദ്ധമാണ്, നിന്റെ ഈ മീശയില് പറ്റിയിട്ടുള്ള ഈ കുങ്കുമങ്ങളൊക്കെ. അതുകൊണ്ട് തവബന്ധോ മാസ്പൃശാഘ്രി മാസ്പൃശാഘ്രി, എന്നെ തുടരുന്നു നീ. എന്റെ കാലുകളില്, ഈ ശുദ്ധമായിട്ടുള്ള എന്റെ കാലുകളില് ഈ കുങ്കുമങ്ങളൊന്നും വന്ന് നീ അശുദ്ധമാക്കരുത്. അതുകൊണ്ട് ആ മധുരയിലെ ആ നാഗരികനായിട്ടുള്ള ആ സ്ത്രീകൾക്ക് സന്തോഷപ്രദമാകുന്ന രീതിയിലൊക്കെ അവൻ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അവൻ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ അതിൻ്റെ ആ മാലിന്യങ്ങളൊന്നും ഞങ്ങളുടെ കാലില് ഒരിക്കലും അത് എന്താണ് സ്പർശിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ശുദ്ധകളാണ് ഹേ വണ്ടേ. നീ ഞങ്ങളെയും കൂടി ഇനി അവനെ പോലെ അശുദ്ധനാക്കാൻ നോക്കുകയാണോടെ? പറ്റില്ല അത് എന്നുള്ള രീതിയിൽ വഹതു മധുപതി തന്മാനിനീനാം പ്രസാദം യതു സദസി വിഡംബ്യം യസ്യ ദൂതസ്ത്വമീശ. അങ്ങനെ അവന്റെ അതിന്റെ കളങ്കം വഹിച്ചുകൊണ്ട് ഒരു ദൂതഭാഷയില് വന്നതായിട്ടുള്ള തനിക്ക് ഞങ്ങളുടെ മുമ്പിൽ വരാൻ പോലും യോഗ്യതയില്ല. മനസ്സിലായില്ലേ? ആ കള്ളനായിട്ടുള്ള അല്ല അശുദ്ധനായിട്ടുള്ള അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ആരാണ് ശരിക്കവൻ അല്ലേ? ഈ മധുപ കിതവബന്ധോ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിലോ മധുപ കിതവബന്ധോ എന്നും പറയാം. മധുവംശ രാജാവായിട്ടുള്ള ആ അസുരന്റെ, അല്ലെങ്കിൽ ആ എന്താണ് കള്ളനായിട്ടുള്ള, അല്ലെങ്കിൽ അസുരന്റെ കൂട്ടുകാരനായിട്ടുള്ള വണ്ടേ എന്നും വേണമെങ്കിൽ അവിടെ പറയാം. അപ്പം മധുപകിതാവ് ബന്ധോ എന്നാൽ മധുവംശപാലകനായിട്ടുള്ള ചതിയൻ, ചതിയന്റെ ബന്ധോ എന്നവിടെ പറയുന്നു. അങ്ങനെ പല പ്രകാരവും നമുക്ക് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഗോപികമാരുടെ മനസ്സിൽ ആ ഭഗവാൻ അവരെ ഉപേക്ഷിച്ച് ആ മധുരയിലെ ആ നഗരത്തിലുള്ള ആ സ്ത്രീകളോടൊത്ത് രാസലീലകളാടിയതായിട്ടുള്ള ആ കണ്ണൻ, അവർക്കിനി ആ കണ്ണനെ ഇനി വേണ്ട അവർക്ക്. അങ്ങനെയുള്ള ആ കണ്ണൻ ഇപ്രകാരം ചെയ്യുന്നത് യാദവ വംശത്തിന് പോലും ദോഷമാണെന്ന് അല്ലെ? യാദവ വംശത്തെ പോലും അത് എന്താണ് ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് മാറും അവിടെ. അതുകൊണ്ട് പണ്ട് ആ കൃഷ്ണന്റെ പ്രതീകം ആക്കിക്കൊണ്ട് അവർ പറയുകയാണ് ശരിക്കും അല്ലെ? ആ എന്താണ് വണ്ടിന് എല്ലാം ഉണ്ട്, അവന്റെ കളറ് കറുപ്പാണ്, പിന്നെയോ അവനും കൊണ്ടൊരു സംഗീതം അല്ലെ? മറ്റിടത്തുണ്ട് ഒരു ജഗന്മോഹന മോഹൻ എന്നും പറഞ്ഞ ഒരു സംഗീതമുണ്ട്. അത് തന്നെ ഇവനും ഉണ്ട്, മൂളിക്കൊണ്ട് ഇവനും വരും മൂളിക്കൊണ്ട്. എന്നിട്ടോ അവന്റെ ചുണ്ടത്തും ചുവപ്പുണ്ട്, ഇവന്റെ ചുണ്ടത്തും ചുവപ്പുണ്ട്. അപ്പം ആ കുങ്കുമ സ്പർശം പോലെ തന്നെ അവന്റെ ചുവന്ന ചുണ്ട് ഇവന്റെ ചുവന്ന ചുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല അവിടെ. അപ്പം അതുകൊണ്ട് ആ മധുരയിലെ അങ്കനമാരായിട്ടുള്ള അവരുടെ ആ കാമകേളികളിലും ഒക്കെ അവൻ ഇപ്പോ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് യദുവംശത്തിന് പോലും, യാദവ വംശത്തിൽ പോലും അത് ദോഷമായിട്ട് വരുന്നു. ഇങ്ങനെയൊക്കെ ആ കൃഷ്ണന്റെ സന്ദേശവാഹകനായിട്ടുള്ള ആ ഉദ്ധവനോടാണോ അല്ലെ, ഇനി വണ്ടിനോടാണോ, കൃഷ്ണനോടാണോ, ത്രിമൂർത്തികളോട് സംസാരിക്കുന്നതല്ല. ഇപ്പൊ ആർക്കായാലും ഇപ്പം 3 പേരോടെന്ന് വേണേൽ പറയാം. കൃഷ്ണനോടുള്ളത് അല്ലെ, അത് ഉദ്ധവനോടാവാം, വണ്ടിനോടും ആകാം. എന്തായാലും കേൾക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരുടെ ആ വിരഹ തീവ്ര അനുഭവം അവര് വേണ്ട പോലെ ആ കണ്ണൻ അത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇതില് നാരായണൻ എമ്പ്രാന്തിരി ആയിട്ടുള്ള വിദ്വാൻ നാരായണൻ എമ്പ്രാന്തിരി അദ്ദേഹം പറയും ഇത് നേരെ എന്താണ് സ്തുതിയായിട്ടും അവിടെ പറയാണ്. അവിടെ ഈ പ്രകരണങ്ങൾ മുഴുവൻ എന്താണ് ആ ഭഗവാന്റെ അല്ലെങ്കിൽ വണ്ടിന്റെ എന്താണ് ചുണ്ടത്ത് കാണുന്നതായിട്ടുള്ള കുങ്കുമങ്ങള് അത് ഞങ്ങളുടെ കാലിൽ സ്പർശിച്ചുകൊണ്ട് അത് അശുദ്ധമാക്കരുതേ എന്ന് ഉള്ള സ്തുതിയോട് കൂടിയിട്ടും ഇത് ആ വ്യാഖ്യാനങ്ങള് ഓരോ ആചാര്യന്മാരവിടെ സ്തുതിക്കുന്നു അല്ലെ? ദക്ഷൻ എന്താണ് നിന്ദിച്ചുകൊണ്ട് പറയുന്നതിനെയൊക്കെ സ്തുതിയായിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പം എന്താണ് അതിൻ്റെയൊക്കെ ഇത് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം എന്താണ് നല്ല ഭാവത്തിലൂടെ കാണാൻ സാധിക്കുള്ളൂ എന്ന് പറയാണ്. നാരായണൻ ഭ്രാന്തിരുന്ന വലിയൊരു മഹാത്മാവായിരുന്നു അദ്ദേഹം. അതിനെ മുഴുവൻ ഈ 10 ശ്ലോകങ്ങളെയും എന്താണ് ഞങ്ങള് വെറും അശുദ്ധകളാണ്, ഞങ്ങൾക്ക്
ഒരിക്കലും ആ കണ്ണനോട് ചേർന്നിരിക്കാനോ ഈ ഒരു രീതിയിൽ ഒരു സ്തുതിയായിട്ട് അവിടെ പറയുന്നു പറയാണ്. സകൃതധരസുധാം സ്വാം മോഹിനീം പായയിത്വാ സുമനസ ഇവ സദ്യസ്തത്യജേസ്മാൻ ഭവാതൃ പരിചരതി കഥം തൽപാദ പത്മം തു പത്മാ ഹ്യഭിബദഹൃതചേതാ ഉത്തമ ശ്ലോകജൽപൈ. എന്നിട്ട് പറയാണ്, മാദകമായിട്ടുള്ള ആ അധരാമൃതം ഒരേ ഒരു പ്രാവശ്യം അവിടെ ആസ്വദിപ്പിച്ച്, അല്ലെ, വണ്ട് ആയിട്ടുള്ള താൻ ആ പുഷ്പത്തെ എങ്ങനെയാണോ, അല്ലെ, അവിടുന്ന് ആസ്വദിച്ചത് അതേപോലെ ആ കള്ളക്കണ്ണൻ, അല്ലെ, അയാള് ഞങ്ങളെയും ഇതെല്ലാം വേണ്ട പോലെ അത് ആനന്ദിപ്പിച്ചിട്ട് വേഗം വെടിഞ്ഞോടുന്നു. എന്നിട്ട് പറയാണ്, സുമനസ ഇവ സത്യജസ്തേസ്മാൻ ഭവാതൃ പരിചരതി കഥം തൽപാദപത്മം തു പത്മാ ഹ്യപിബദഹൃതചേതാ ഉത്തമ ശ്ലോകജൽപൈ. അവർക്കൊരു സംശയം, പാവം ആ ലക്ഷ്മി ഭഗവതി, അല്ലേ, ആ മഹാലക്ഷ്മി ഇത്തരക്കാരന്റെ പാദപത്മത്തെയൊക്കെ സദാസമയവും പരിചരിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ. ആലോചിച്ച് നോക്കൂ അവിടെ. ഒരുപക്ഷെ ആ തൻ്റെ ചാടുവാക്യങ്ങളിലൊക്കെ ഭ്രമിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ കടലാക്ഷങ്ങളെ കൊണ്ടൊക്കെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട്, അങ്ങനെ ആ തൻ്റെ ആ മായാവിലാസങ്ങളിലേക്ക് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ലക്ഷ്മി ഭഗവതി. ആ പാവം ലക്ഷ്മി ഭഗവതി ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇപ്പോഴും കൂടെ ആ പാദപത്മം കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുന്നു അവിടെ. അപ്പം യഥാർത്ഥത്തിൽ എന്താണ്? ഹൃതചേത ഉത്തമ ശ്ലോഹ ജൽപേഹി. അവിടെ പറയുന്നു, യഥാർത്ഥത്തില് ലക്ഷ്മി ഭഗവതി ആരാണ്? ലക്ഷ്മി ഭഗവതി അറിഞ്ഞു തന്നെ വിവാഹം ചെയ്തതാണ്, അല്ലെ? നമുക്ക് അറിയാം, ആ ലക്ഷ്മി സ്വയംവരം പാലാഴിമഥനം പറയുമ്പോൾ അവിടെ പറയും, എല്ലാ ഗുണങ്ങളുള്ള ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് നേരെ കണ്ടുപിടിച്ചാണ് മഹാവിഷ്ണു ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഭഗവാന്റെ പാദങ്ങളിൽ കഴുത്തിൽ മാലയിട്ടത്. തെറ്റൊന്നും പറ്റിയിട്ടില്ല, അല്ലെ? ആ ശ്രീകൃഷ്ണൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലക്ഷ്മി ഭഗവതി അവിടെ സ്വീകരിച്ചത്. ഇത് മനസ്സിലാക്കി തരലാണ്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കലാണ് ശരിക്കും അവിടെ, അല്ലെ? ഗോപികമാര് ഇത് മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ആന്തരിക അർത്ഥമാണ് അവിടെ ശരിക്കും. അപ്പൊ ഗോപികമാർക്ക് ഒരു പ്രാവശ്യം ആ കണ്ണന്റെ അധരപാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരെ എന്നിട്ട് അവിടുന്ന് ആ ഒരു ആനന്ദം തന്നിട്ട് നമ്മളെ ഒഴിവാക്കിയത് പോലും ലക്ഷ്മി ഭഗവതി ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നു. കിമിഹ ബഹുഷഡംഘ്രേ ഗായസി ത്വം യദൂനാം അധിപതിമഗൃഹാണാമഗ്രതോ നഃ പുരാണം വിജയസഖ സഖീനാം ഗീയതാം തൽപ്രസംഗ ക്ഷപിത കുജരുജസ്തേ കൽപ്പയന്തിഷ്ടമിഷ്ട. ഇനി പറയാണ്, വണ്ടിനോട് പറയാ, നിനക്ക്, അല്ലെ, ഇവിടെ പലതരത്തിലുള്ള ആളുകളുണ്ട്. 4 കാലേ നടക്കുന്നവരുണ്ട്, അല്ലെ, 2 കാലേ നടക്കുന്നവരുണ്ട്. നിനക്ക് ഇതൊന്നും പോരായിട്ട് 6 കാലാ നിനക്ക്, അല്ലെ? 6 കാലുകളോട് പോയിട്ടുള്ള വണ്ടേ, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്നറിയോ? അവിടെ എങ്ങനെയാണ്? ഷഡംഗ്രേ ഗായസി ത്വം യതൂനാം അധിപതിം അഗൃഹാണാം അഗ്രതോ നഃ പുരാണം. ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്നറിയോ നിനക്ക്? ഇവിടെ ഞങ്ങൾക്ക് വീടുകൾ പോലും, അഗൃഹാണാം, ഞങ്ങൾക്ക് വീടുകൾ പോലും ഇല്ല. ഞങ്ങൾ ഈ കാളവണ്ടിയൊക്കെ ഒരുമിച്ച് കൂട്ടി അങ്ങോട്ട് നിർത്തിയിട്ട് ആ കാളവണ്ടിയിലാണ് ഞങ്ങളുടെ താമസം. ഇവിടെ വന്ന് ഞങ്ങൾ കേട്ട് 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 മടുത്തതായിട്ടുള്ള ഈ യാദവനാഥൻ, കള്ളക്കണ്ണനായിട്ടുള്ള അവന്റെ കഥകള്, ആ ചരിതങ്ങളൊന്നും ദയവ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഗാനം ചെയ്യരുതത്. നിനക്ക് പാടാം, അത് തന്നെയല്ല. വിജയസഖസഖീനാം ഗീതയാം തൽപ്രസംഗ ക്ഷപിത കുചരുജസ്തേഷു കൽപ്പയന്തി ഇഷ്ടമിഷ്ടാഹ. ആ അർജുനന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ആ കണ്ണന്റെ ഇപ്പോഴത്തെ കൂട്ടുകാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അത് മധുരയിലെ ആ അങ്കനമാരാണ്. അപ്പം അങ്ങനെയുള്ള അവന്റെ കൂട്ടുകാർ, അവൻ എപ്പോഴും ആരുടെ കൂടെയാണോ ലാളിച്ചെടുക്കാൻ, അവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന്. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങളോട് പറഞ്ഞ അവൻ ഞങ്ങളെ കാണുന്ന പോലുമില്ല, ഞങ്ങളെ ഒഴിവാക്കിയത് അവൻ. അപ്പൊ നീ വിചാരിക്കും അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വേണ്ടേ. നീ പാടണ്ട ഇവിടെ. നീ പാടിക്കഴിഞ്ഞാൽ കാര്യം, നീ പോയി പാടിക്കോ. ആരുടെ അടുത്ത് പോയി പാടുക? നീ പോയി പാടുകയാണെങ്കിൽ ആ മധുരയിലെ ആ അങ്കനമാരുടെ കൂടെ അവരുടെ അടുത്ത് നിന്ന് പാടൂ. അവർ നിനക്ക് സമ്മാനങ്ങൾ കൂടെ തരും. ഞങ്ങൾക്ക് തരാൻ നിന്റെ സമ്മാനങ്ങൾ പോലും ഞങ്ങൾക്കില്ല അവിടെ.
അതുകൊണ്ട് നല്ല നീ ഗംഭീരമായിട്ട് നീ അവിടെ ചെന്ന് ഹരി 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 എന്നൊക്കെ ചെന്ന് മൂളിക്കോ. അവർ വേഗം നിന്നെ എടുത്തതാ അവരുടെ സാരിത്തുമ്പിലേക്ക് എടുത്തു വെച്ച് ഉമ്മ തരും. നിനക്ക് സമ്മാനങ്ങൾ ധാരാളം ഇഷ്ടം പോലെ. ഞങ്ങൾക്ക് ഇതൊന്നും തരാനില്ല, ഞങ്ങൾക്ക് കുറച്ച് ദേഷ്യം മാത്രമേ ഉള്ളൂ നിനക്ക് തരാൻ. ഞങ്ങൾക്ക് അതാ ഇപ്പം ആ കണ്ണനോടുള്ള അവസ്ഥ. അതുകൊണ്ട് നീ ഇവിടെ വന്ന് നീ വലിയ വീരഗാഥകളൊന്നും ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളത് അവന്റെ ഗാഥകളൊക്കെ. അവന്റെ ഗാഥകൾ ഞങ്ങൾ മുഴുവൻ മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പൊ അവിടെ ഇനി കേട്ടാലൊന്നും ഇനിതാ ഈ ചെവിയിലേക്ക് അല്ലെ പറയാറില്ലേ, എന്താണ് ഉരുക്ക് എന്താ ഈയം കലക്കി ഒഴിക്കുന്ന പോലെയാണ് നീ അവന്റെ പാട്ടുകൾ ഇപ്പൊ പാടിയത്. അതുകൊണ്ട് വേഗം നീ എവിടെ വേണം, നീ അത് ആ മധുരയിലെ ആ വനിതകളുടെ മുമ്പിൽ ചെന്ന് പാടുക. അവിടെ നിന്നാകുമ്പോൾ ധാരാളം സമ്മാനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ആ ഭഗവാന്റെ ഇതാ നോക്കൂ, മർദ്ദനങ്ങൾ നിമിത്തം അവര് കുജകുരുജസ്തേ കൽപ്പയന്തിഷ്ടമിഷ്ട ഭഗവാൻ തന്നതായിട്ടുള്ള പലതരത്തിലുള്ള ആനന്ദങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടാതെ ഉണ്ടാകുന്ന ഒരു ദുഃഖമുണ്ടല്ലോ വണ്ടേ, അങ്ങനെ ഞങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഞങ്ങളുടെ ഇപ്പം. നിന്നോട് ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകും? നിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾക്ക് ആശ്വസിക്കാൻ പറ്റും? അതൊന്നുമല്ല, ഇപ്പൊ ആനന്ദം അനുഭവിക്കുന്ന ആ മധുരയിലെ സ്ത്രീകളാ. അവരുടെ മുമ്പിൽ ചെന്ന് പാടൂ. ദിവി ഭുവി ചരസായാം കാസ്ത്രിയ ദുരാപാഹ കപട രുചിരഹാസ ഭ്രൂവിജൃംഭസ്യയാസ്യു ചരണരജ ഉപാസ്തേ യസ്യ ഭൂതിർവയം കാ അപി ച കൃപണപക്ഷേ ഹ്യുത്തമ ശ്ലോക ശബ്ദ. അതന്നെയല്ല, ആ ഗോപികയെ മാതൃതുല്യം മാനിച്ചുകൊണ്ട് തങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ നമ്മോട് എന്തിനിത്ര പരുഷമായിട്ട് സംസാരിക്കുന്നു എന്ന് ശങ്കിപ്പിക്കുവാനാണ് എങ്കിൽ ഇവിടെ പറയുന്നു ദിവിഭുവിച്ച രസായാം, അല്ലെ, ആ തന്റെ കാപട്യം നിറഞ്ഞതായിട്ടുള്ള മന്ദഹാസം. പിന്നെയോ അവൻ ആ പുരിയം കൊണ്ടൊരു പ്രത്യേക, ആ പുരിയം ഒന്ന് ചലിച്ചുകൊണ്ടൊരു നോട്ടമുണ്ട്. പുരിയക്കൊടികളൊക്കെ ഇങ്ങനെ വളച്ചു പിടിച്ചുകൊണ്ടൊരു നോട്ടമുണ്ട്. അങ്ങനെ പുരികം ചലിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആ കടാക്ഷം പ്രേമത്തോടു കൂടിയുള്ള ഒരു കടാക്ഷം ഇങ്ങനെയൊക്കെ വശീകരിക്കുവാൻ വേണ്ടിയിട്ട്, അങ്ങനെ വശീകരിക്കുവാൻ പറ്റാത്ത ഒരുവള് സ്വർഗത്തിലോ ഭൂമിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പാതാളം, അല്ലെ, പാതാളം എന്ന് പറഞ്ഞാൽ രസതാതലം തുടങ്ങിയതായിട്ടുള്ള ആ രസാതലാദി അധോലോകങ്ങളിലോ ഒന്നും കാണാൻ സാധിക്കില്ല എന്ന് പറയാണ്. അവന്റെ ചേഷ്ടകൾ അതുപോലെയാണ്, എല്ലാവരെയും ആകർഷിക്കും. വഞ്ചകനാണ് അവൻ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഈ ഭൂമി ത്രിലോകങ്ങളിൽ എവിടെ ചെന്നാൽ പോലും ഒരു മനുഷ്യനും അവിടെ കാണുകയില്ല എന്ന് അവർ പറയുകയാണ്. അങ്ങനെ ആ അദ്ദേഹത്തെ സാക്ഷാൽ ലക്ഷ്മി ഭഗവതി നോക്കുവോടെ പാദധൂളികളെ കൊണ്ട് ചരണരജ ഉപാസേയസ്യ ഭൂതിർവയം കാ അപി ച കൃപണപക്ഷേ ഹ്യുത്തമ ശ്ലോക ശബ്ദ. അങ്ങനെ ആ ലക്ഷ്മി ഭഗവതി ധൂളികളെ ഉപാസിച്ചുകൊണ്ട് സ്വാധീനിച്ചിരിക്കുന്നു അവിടെ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് അവിടെ എന്ത് സ്ഥാനമുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ അവിടെ. പക്ഷേ ദയ അർഹിക്കുന്നവരാണെങ്കിൽ ആ അനുകമ്പയുള്ളവനെ മാത്രമേ അവിടെ ശരിക്ക് ഈ ശബ്ദം ഉപയോഗിക്കുള്ളൂ. എന്താ? ഉത്തമ ശ്ലോക ശബ്ദ, അല്ലെ? ആരെങ്കിലും കാരുണ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്നേഹം തിരിച്ചു തരുന്നുണ്ടെങ്കിൽ, ആരെയും വേദനിപ്പിക്കുകയില്ല എന്നുള്ള ഒരു എന്താണ് ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ ഇവനെയൊക്കെ ഉത്തമ ശ്ലോകം എന്ന് വിളിക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് ഇവനെ ഉത്തമ ശ്ലോകം എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യമില്ല. ഉത്തമ അപിച്ച കൃപണ പക്ഷേ ഹി ഉത്തമ ശ്ലോക ശബ്ദ. അപ്പൊ ഉത്തമ ശ്ലോകം എന്ന് പറയണമെങ്കിൽ എന്താണ്? അല്പം, അല്ലെ, പറയല്ലേ, ഉളുപ്പ് വേണമെന്ന് പറയല്ലേ, കുറച്ചെങ്കിലും കാരുണ്യം ഞങ്ങളോട് കാണിക്കണ്ടേ? വിസൃജ ശിരസി പാദം വ്യജ്ഞഹം ചാടുകാരൈർ അനുനയ വിദുഷസ്തേഭ്യേത്യ ദൗത്യൈർമുകുന്ദാൽ സുഹൃത ഇവ വിസൃഷ്ടാപത്യപത്യന്യലോക വ്യസൃജ കൃപചേതാ കിന്നു സന്ധേയമസ്മിൻ. അവണ്ട് കുനിഞ്ഞ് ആ ഗോപികയുടെ കാൽക്കൽ വീഴാൻ നോക്കുന്നത് കണ്ടപ്പോഴേക്കും വേഗം പറഞ്ഞു ഓടുന്നു, എന്റെ കാൽക്കൽ വീഴരുത്. എന്റെ കാൽക്കീഴിൽ പതിപ്പിച്ചതായിട്ടുള്ള ശിരസ് എടുക്കൂ അവിടുന്ന്. വെണ്ടനോട് പറഞ്ഞു, നീ ആ ശിരസ് എടുക്കൂ അവിടുന്ന്.
ആ ഭഗവാനിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനിൽ നിന്ന് പഠിപ്പിച്ചതായിട്ടുള്ള വശീകരണ വിദ്യകളൊക്കെ നിനക്കറിയാം, ഞങ്ങൾക്കറിയാം. നീ പല വിദ്യകളും നീ കാണിക്കുമെന്നറിയാം ഞങ്ങളോട് ഒത്തുകൂടാൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് എന്തെങ്കിലുമൊക്കെ നീ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു ഫലവും കിട്ടില്ല വണ്ടേ. അതുപോലെ തന്നെ നിന്റെ ദൂതധർമ്മങ്ങള്, ചാടുവാക്യങ്ങള്, സാന്ത്വനപ്പെടുത്തല്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഇതൊക്കെ എന്താണ്? നിന്റെ കളറ് പോലെ തന്നെയാണ്, കാപട്യമാണ് മുഴുവൻ. നിന്റെ ആ യജമാനന്റെ കളറ് പോലെ തന്നെ കാപട്യമാണ്. എല്ലാം കാപട്യത്തിൽ നിന്ന് ഉരുളെടുത്താണ് അവിടെ. ഇതൊക്കെ നീ എവിടുന്നാ പഠിച്ചത് ഞങ്ങൾക്ക് അറിയാം. അവനിൽ നിന്നായിരിക്കും പഠിച്ചത്. നീ ആ കണ്ണനിൽ നിന്ന് പഠിച്ചതാണ് ഇതൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ സ്വന്തം അവിടെ പറയുന്നോടെ വിസൃജ കൃതചേതാക്കിന്നു സന്ധേയമസ്മിൻ സ്വകൃത ഇവ വിസൃഷ്ടാപത്യപത്യ അന്യലോക. ഞങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ അച്ഛനമ്മമാരെ, ഈ പരലോക സൗഖ്യം മുഴുവൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ആ കണ്ണനെ ഞങ്ങൾ വിശ്വസിച്ചു. അവിടെ ആ ഒരൊറ്റ തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അവിടെ. അപ്പം അങ്ങനെയുള്ള ആ കണ്ണന് യാതൊരുവിധ കൃതജ്ഞാബോധവും ഇല്ലാതെ ചതിച്ച് 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 ഞങ്ങളെ ഇന്നിപ്പോ ഉപേക്ഷിച്ചിരിക്കുന്നു, ആർക്കും വേണ്ടാതെ. അങ്ങനെ അദ്ദേഹവുമായിട്ട് ഒരു സന്ധി ചെയ്തിട്ടുള്ള ഒരാളുണ്ട് എങ്കിൽ അവരെ ഞങ്ങൾക്ക് ഇനി കാണുക പോലും വേണ്ട എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ അവിടെ പറയുന്നു വിസൃജകൃത ചേതാക്കിന്നു സന്ധേയമസ്മിൻ. അപ്പം അദ്ദേഹവുമായിട്ട് ഇനി ഒരു സന്ധി ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമില്ല ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് അവിടെ. ഇന്നു സന്ധേയമസ്മിൻ, അതുകൊണ്ട് ഇനി ഒരു പ്രയോജനം അവിടെ ഇല്ല. അപ്പം ഭഗവാന്റെ ദൂതന് ഗോപികയുടെ ആ പാദസ്പർശത്തിന് അധികാരം ഇല്ല എന്ന് അവിടെ പറയാതിരിക്കും. മനസ്സിലായില്ലേ? ഭഗവാന്റെ ദൂതന് ഗോപികയുടെ പാദസ്പർശത്തിന് അധികാരമില്ല. കാരണം എന്താണ്? മറിച്ചാണ് വേണ്ടത് എന്നുള്ളൊരു ഭാവം. മനസ്സിലായില്ലേ? സുഹൃത, അതാണ് സുഹൃത്തെ എന്നുള്ളൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പം ഭഗവാൻ ഗോപികമാർക്ക് കൊടുത്തതായിട്ടുള്ള അനുഗ്രഹം അല്ലെ, സാധുനായൽ പ്രതീയാതു, അതായത് ഞങ്ങൾ ഭഗവാന് ചെയ്ത സേവനങ്ങളിലുള്ള ആത്മസംതൃപ്തിയാൽ ആണ് അതെന്ന് അവിടെ പറയാണ്. അപ്പൊ അതിൽ വലുതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് അവിടെ അന്തരാർത്ഥത്തിലൂടെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ശ്ലോകങ്ങൾ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഭഗവാൻ നിശ്ചയിക്കുന്നത് പോലെ നമുക്ക് അത് വീണ്ടും ആ ഒരു ആനന്ദം അനുഭവിക്കാം.